ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഒരു പ്രശ്നമാണ് അമിതമായി വണ്ണമില്ലെങ്കിൽ പോലും വയറ് ചാടിയിരിക്കുക എന്നത്. വയറിൽ മാത്രം കൊഴുപ്പടിയുന്നതാണ് ഇതിന് കാരണം. പ്രധാനമായും ജീവിതശൈലി തന്നെയാണ് ഈ പ്രശ്നത്തിന്റെ കാരണം. മണിക്കൂറുകൾ ഇരുന്ന് ജോലി ചെയ്യുക, മോശം ഡയറ്റ് ഫോളോ ചെയ്യുക, ശരീരം ഒട്ടും അനങ്ങാതെ ഇരിക്കുക എന്നിങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം വയറിൽ കൊഴുപ്പടിയുന്നതിന് കാരണമാകാം. വയറിന് ചുറ്റും അമിതമായി കൊഴുപ്പടിഞ്ഞുകൂടിയ അവസ്ഥയാണ് അബ്ഡോമിനൽ ഒബിസിറ്റി അഥവാ സെൻട്രൽ ഒബിസിറ്റി. ആന്തരിക അവയവങ്ങളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് കോശങ്ങൾ ഒരു ഗ്രന്ഥി പോലെയാണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന മെറ്റബോളിക് ബൈ പ്രോഡക്റ്റുകളായ ട്രൈഗ്ലിസറൈഡുകളും ഫാറ്റി ആസിഡുകളും നേരെ ചെല്ലുന്നത് ലിവറിലേക്കാണ്. ഇത് അവിടെ ശേഖരിച്ചുണ്ടാകുന്ന അവസ്ഥയെ ലിപ്പോഡോക്സിറ്റി എന്നാണ് പറയുന്നത്. ഇതാണ് ഒരു പരിധിവരെ പിന്നീട് ഫാറ്റി ലിവറിന് കാരണമാകുന്നതും. മാത്രമല്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായി പ്രമേഹത്തിനും ഇത് കാരണമാകും. ഇനി നമുക്ക് വയറ് കുറയ്ക്കുവാൻ ചെയ്യേണ്ട യോഗ ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. ആദ്യമായി പറയുന്നത് പാദഹസ്താസനത്തിനെ പറ്റിയാണ്. പാദഹസ്താസനം ചെയ്യുന്നത് മൂലം ശരീരത്തിലെ ദുർമേധസ് കുറയും, അരക്കെട്ടിന്റെ വണ്ണം കുറയും, ജനനേന്ദ്രിയ വ്യൂഹങ്ങളുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും, നട്ടലിന്റെ ഘടനയെ ശരിയായ രീതിയിൽ നിലനിർത്തുകയും ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് നല്ലൊരു ശമനവും ഉണ്ടാക്കും. ശരീരത്തിന് ഓജസ്സും തേജസ്സും നിലനിർത്തുന്നതിനും ഇത് വളരെ സഹായകരമാണ്. അത് എങ്ങനെ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. കാലുകൾ നന്നായി ചേർത്ത് വെക്കുക, കൈകൾ നിവർത്തി തുടകളിൽ പതിച്ചു വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തി കൊണ്ടുവന്ന് മുകളിലേക്ക് വളയുക. ഈ രീതിയിൽ മേപ്പോട്ട് വളയണം, നിന്നുകൊണ്ടാ ചെയ്യേണ്ടത്. ശ്വാസം വിട്ടുകൊണ്ട് നിവർന്ന് പിന്നെ മുൻപിലേക്ക് കുനിഞ്ഞ് കൈ വിരലുകൾ തറയിൽ കൊണ്ട് മുട്ടിക്കുക. അതായത് ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങനെ പുറമോട്ട് വളയുക, ശ്വാസം വിട്ടുകൊണ്ട് മുട്ടുമടക്കാതെ നേരെ തറയിൽ പോയി കൈ വിരലുകൾ പതിപ്പിക്കുക. രണ്ടാമത്തേത് ഭുജംഗാസനമാണ്. ഹെർണിയ, പെപ്റ്റിക് അൾസർ, ഹൈപ്പോതൈറോയിഡിസം എന്നീ അസുഖങ്ങൾ ഉള്ളവർ ഈ ആസനം ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. കമിഴ്ന്ന് കിടക്കുക, കൈപ്പത്തികൾ നിലത്ത് പതിപ്പിച്ച് വെക്കുക. സാവധാനത്തിൽ ശ്വാസം എടുത്തുകൊണ്ട് തല, കഴുത്ത്, നെഞ്ച് എന്നിവ ഉയർത്തുക. തറയിൽ കിടന്നുകൊണ്ട് കൈ തറയിൽ പതിപ്പിച്ചു വെക്കുക. ശരിക്കും ഒന്ന് വളഞ്ഞ് ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് വളയുക. കൈമുട്ട് അല്പം മടങ്ങി വാരിയലിനോട് ചേർന്നിരിക്കണം. അല്പസമയം സാധാരണ ശ്വാസത്തിൽ സ്ഥിതി ചെയ്ത ശേഷം ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരിക. ഞാൻ നമ്മുടെ ആയുശ്രീയുടെ യൂട്യൂബ് ചാനലിലും അതുപോലെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ ഇത് ചെയ്ത് ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. അടുത്തതായി പറയുന്നത് ധനുരാസനത്തെ പറ്റിയാണ്. വയറ് കുറയ്ക്കുവാൻ സഹായിക്കുന്ന മറ്റൊരു യോഗാസനമാണ് ധനുരാസനം. അടിവയർ തൂങ്ങുന്നതിന് അർദ്ധധനുരാസനം, ധനുരാസനം എന്നീ യോഗകളാണ് ചെയ്യേണ്ടത്. ധനുരാസനം ചെയ്യുന്നത് കൊണ്ട് ഉദരഭാഗത്തിലുള്ള ഗ്രന്ഥികൾ ഊർജിതമാവുകയും ദഹനശക്തി വർദ്ധിക്കുകയും നട്ടലിന് വഴക്കമുണ്ടാവുകയും ചെയ്യും. ഹൃദ്രോഗം, ഉയർന്ന രക്തസമ്മർദ്ദം, ഉദര രോഗങ്ങളും ഉള്ളവരൊന്നും ഈ ആസനം അഭ്യസിക്കരുത്. കമിഴ്ന്ന് കിടക്കുക, കാലുമടക്കി പിന്നിലേക്ക് ഉയർത്തുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ പിന്നിലേക്ക് ഉയർത്തി കാൽക്കുഴിയുടെ ഭാഗത്തായി പിടിക്കുക. കാലുകൾ പിന്നോട്ട് വലിച്ച് തല ഉയർത്തുക. വയറിന്റെ ഭാഗം നിലത്ത് പതിഞ്ഞിരിക്കണം. ഈ സമയം ശരീരത്തിന്റെ ഭാരം മുഴുവനും വയറിലായിരിക്കും കേന്ദ്രീകരിക്കുന്നത്. തല കഴിയുന്നത്ര പിറകോട്ട് കൊണ്ടുപോകാം. അല്പസമയം ഇതേ സ്ഥിതിയിൽ നിന്ന ശേഷം തിരിച്ചു വരാം. ഈ ധനുരാസനവും നമ്മുടെ പേജുകളിലൊക്കെ നിങ്ങൾക്ക് കാണാം. അത് ചെയ്ത വീഡിയോകൾ തന്നെ അതിലുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ട് ഇത് മനസ്സിലാക്കുക. വയറ് കുറയ്ക്കുവാൻ വ്യായാമം മാത്രം പോരാ, ഭക്ഷണ രീതിയിലും കുറച്ചൊക്കെ മാറ്റം വരുത്തണം. 3 നേരം ഭക്ഷണം എന്നതിന് പകരം അതിനെ 5-6 നേരമായി കഴിക്കുക. ഒരിക്കലും വയറ് നിറയെ ഭക്ഷണം കഴിക്കരുത്. കുടവയറുള്ളവർ പൊതുവെ അന്നജ ഭക്ഷണങ്ങൾ, അതായത് ഗോതമ്പ്, ബാർലി, അതുപോലുള്ള ധാന്യങ്ങൾ, അരി തുടങ്ങിയ ധാന്യങ്ങളൊക്കെ എല്ലാ ധാന്യങ്ങളും നിയന്ത്രിച്ച് ഉപയോഗിക്കുക. പകരം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അതുപോലെ മുളപ്പിച്ച ധാന്യങ്ങളും ഉപയോഗിക്കുക. 2-3 ലിറ്റർ വെള്ളമെങ്കിലും ദിവസവും കുടിക്കേണ്ടതും അത്യാവശ്യമാണ്.